Hello, good morning. Welcome to Learn Now. നമ്മൾ ഈ ഒരു വീഡിയോയിൽ മൊഡ്യൂൾ 3 മെഷറിംഗ് ഇൻസ്ട്രുമെന്റ്സ് എന്നുള്ള ഒരു യൂണിറ്റിലുള്ള കമ്പൈൻഡ് MCQs ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ലാസ്റ്റ് രണ്ട് മൊഡ്യൂളിൽ ചെയ്ത പോലെ തന്നെ 3 പാർട്ടായിട്ടാണ് ഈ ഒരു 50 ക്വസ്റ്റ്യൻസും ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ 15 ക്വസ്റ്റ്യൻസ് ആണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഓരോരോ ക്വസ്റ്റ്യൻസ് ആയിട്ട് നോക്കാം. Okay, first question ആണ് why ammeter burns out when connected in parallel. നമ്മൾ പാരലൽ ആയിട്ട് കണക്ട് ചെയ്യുന്നതുകൊണ്ട് അമ്മീറ്റർ എന്തുകൊണ്ടാണ് നാശമായി പോകുന്നത് അല്ലെങ്കിൽ ഡാമേജ് ആകുന്നതാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് എന്തൊക്കെയാണ്? വെരി വോൾട്ടേജ് ബിക്കംസ് ഹൈ, ലാർജ് amount of current passing through it, power becomes high, all of these. ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ അല്ലേ. ഇപ്പൊ നമ്മൾ അമ്മീറ്റർ പാരലൽ ആയിട്ട് കണക്ട് ചെയ്യുകയാണെങ്കിൽ അതിലൂടെ ഉണ്ടാകുന്ന കറന്റ് ഫ്ലോ എന്ന് പറയുന്നത് വളരെ ലാർജ് amount ഓഫ് കറന്റ് ആയിരിക്കും അതിലൂടെ ഫ്ലോ ആവുന്നത്. അതുകൊണ്ടായിരിക്കും ഈ പറയുന്ന അമ്മീറ്റർ നമ്മൾ പാരലൽ ആയിട്ട് കണക്ട് ചെയ്യുന്നത് കൊണ്ട് കേടായി പോകുന്നത്. ഓക്കെ, ആൻഡ് അമ്മീറ്റർ ഈസ് ലൈക്ലി ബേൺ ഇഫ് കണക്റ്റഡ് ഇൻ പാരലൽ ബിക്കോസ് ദ അമ്മീറ്റർ ഈസ് ലോ റെസിസ്റ്റൻസ് ഡിവൈസ് ആണ്. അമ്മീറ്റർ എന്ന് പറയുന്നത് വളരെ ലോ റെസിസ്റ്റൻസ് ഡിവൈസ് ആണ്. ഇപ്പൊ നമ്മളതൊരു പാരലൽ ആയിട്ട് കണക്ട് ചെയ്യുകയാണെങ്കിൽ ആ ഒരു റെസിസ്റ്റൻസ് എന്താകും? വീണ്ടും റെഡ്യൂസ് ആകും അല്ലെ. പാരലൽ ആയിട്ട് കണക്ട് ചെയ്യുമ്പോൾ നമുക്ക് ടോട്ടൽ എഫക്റ്റീവ് റെസിസ്റ്റൻസ് എന്ന് വളരെ ലോ ആണ്. സോ വീണ്ടും റെഡ്യൂസ് ആകും. അപ്പോൾ ഒരു ലാർജ് കറന്റ് ആയിരിക്കും ആ ഒരു സർക്യൂട്ടിലൂടെ ഫ്ലോ ആവുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് അമ്മീറ്റർ എന്താകും? നാശമായി പോകും, ബേണിംഗ് ആയിരിക്കും നമുക്ക് നടക്കുന്നത്. ഓക്കെ ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ആണ് കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ആൻഡ് സെലക്ട് ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ഓപ്ഷൻ ഫോർ ദം. താഴെ നമുക്ക് രണ്ട് സ്റ്റേറ്റ്മെന്റുകൾ തന്നിട്ടുണ്ട്. അതിൽ കറക്റ്റ് ആയിട്ടുള്ളത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ എന്താണ്? ഇഫ് ആൻ അമ്മീറ്റർ ഈസ് കണക്റ്റഡ് അക്രോസ് എ സർക്യൂട്ട് എലമെന്റ് ഇറ്റ് വിൽ ഗെറ്റ് ഡാമേജ്ഡ്. ഓക്കെ, ഒരു സർക്യൂട്ട് എലമെന്റിന് അക്രോസ് ആയിട്ട് നമ്മൾ അമ്മീറ്റർ കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അമ്മീറ്റർ എന്താകും? ഡാമേജ് ആകും എന്ന് പറയുന്നുണ്ട്. വാട്ട് ഈസ് ദ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ്? ഇഫ് എ വോൾട്ട്മീറ്റർ ഈസ് കണക്റ്റഡ് ഇൻ സീരീസ് വിത്ത് എ സർക്യൂട്ട് ഇറ്റ് വിൽ ഗെറ്റ് ഡാമേജ്ഡ്. ഓക്കെ, ഒരു സർക്യൂട്ടിൽ നമ്മൾ വോൾട്ട്മീറ്റർ സീരീസ് ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ വോൾട്ട്മീറ്റർ ഡാമേജ് ആകുമെന്നാണ് പറയുന്നത്. ഓക്കെ, സോ അപ്പോൾ നമുക്ക് ഇതിൽ ഏതാണ് കറക്റ്റ് ആയിട്ട് സ്റ്റേറ്റ്മെന്റ്, ഏതാണ് ഫോൾസ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ. ദാറ്റ് ഈസ് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എ എന്ന് പറഞ്ഞ് തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് ട്രൂ ആണ്. ബി എന്ന സ്റ്റേറ്റ്മെന്റ് എന്താണ്? ഫോൾസ് ആണ്. അതായത് ഒരു അമ്മീറ്റർ നമ്മൾ ഒരു സർക്യൂട്ട് എലമെന്റിന് അക്രോസ് ആയിട്ട് അതല്ലെങ്കിൽ പാരലൽ ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അമ്മീറ്റർ എന്താകും? ഗെറ്റ് ഡാമേജ് ആകും. പക്ഷെ വോൾട്ട്മീറ്റർ നമ്മൾ സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുമ്പോൾ അത് ഡാമേജ് ആകില്ല. പക്ഷെ നമുക്ക് പ്രത്യേകിച്ച് റീഡിങ്സ് ഒന്നും തന്നെ കാണിക്കില്ല എന്നാണ് പറയുന്നത്. ഓക്കെ, സോ ഓപ്ഷൻ ഡി ആണ് നമുക്ക് റൈറ്റ് ആൻസർ. നമുക്ക് നോക്കാം. അമ്മീറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു കണക്ട് ചെയ്തിരിക്കുന്നത് സീരീസ് ആയിട്ടാണ് കണക്ട് ചെയ്യുന്നത്. സർക്യൂട്ട് എലമെന്റ്സിന് സീരീസ് ആയിട്ടാണ് അമ്മീറ്റർ കണക്ട് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുന്നതിന്റെ ഫലമായിട്ട് നമുക്ക് അതിലുണ്ടാകുന്ന എൻറ്റയർ കറന്റ് ആ ഒരു അമ്മീറ്ററിലൂടെ പാസ് ചെയ്യുന്നതിന് നമുക്ക് സാധിക്കും. ഓക്കെ, അപ്പൊ ആ ഒരു നമ്മൾ സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുകയാണെങ്കിൽ അമ്മീറ്ററിൽ പ്രത്യേകിച്ച് ഡാമേജുകളോ അല്ലെങ്കിൽ നാശമായി പോകാനോ ഒന്നും തന്നെ ആവുന്നില്ല. സപ്പോസ് അമ്മീറ്റർ നമ്മൾ പാരലൽ ആയിട്ട് കണക്ട് ചെയ്യുകയാണെങ്കിൽ ഒരു ലോ റെസിസ്റ്റൻസ് പാത്ത് ആണ് അവിടെ ക്രിയേറ്റ് ആവുന്നത്. ദാറ്റ് മീൻസ് ഒരു ഷോർട്ട് സർക്യൂട്ടിംഗ് ആണ് നമുക്ക് അവിടെ ഒബ്റ്റൈൻ ആകുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെയാകുമ്പോൾ എന്താകും? ഒരു ലാർജ് amount ഓഫ് കറന്റ് ആയിരിക്കും ആ അമ്മീറ്ററിലൂടെ ഫ്ലോ ആകുന്നതും അതോടുകൂടി തന്നെ എന്താകും? ആ ഒരു അമ്മീറ്ററും ആ ഒരു സർക്യൂട്ടും രണ്ടും തന്നെ ടോട്ടലി ഡാമേജ് ആകുന്നതിന് കാരണമാകുന്നുണ്ട്. അതേപോലെ തന്നെ ഒരു അമ്മീറ്റർ നമ്മൾ പാരലൽ ആയിട്ട് കണക്ട് ചെയ്യുകയാണെങ്കിൽ ഒരു അക്യുറേറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു റീഡിംഗ് ആയിരിക്കില്ല നമുക്ക് അതിലൂടെ കാണിക്കുന്നത്. കാരണം ഒരു ലാർജ് amount ഓഫ് കറന്റ് ആയിരിക്കും നമുക്ക് ഒരു അമ്മീറ്ററിലൂടെ ഫ്ലോ ആവുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് അമ്മീറ്റർ എപ്പോഴും എങ്ങനെ കണക്ട് ചെയ്യുന്നത്? ഷുഡ് ബി കണക്റ്റഡ് ഇൻ സീരീസ് ആയിരിക്കണം. എന്നാൽ ഒരു വോൾട്ട്മീറ്റർ എങ്ങനെയാണ് നമ്മൾ കണക്ട് ചെയ്യേണ്ടത്? പാരലൽ ആയിട്ടാണ് ഒരു സർക്യൂട്ട് കോമ്പണന്റ്സിന് കണക്ട് ചെയ്യേണ്ടത്. ഓക്കെ, ആ ഒരു സർക്യൂട്ട് ഒരു റെസിസ്റ്റൻസ് ആണ്, നമ്മൾ ലോഡ് റെസിസ്റ്റൻസിന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് ആണ് മെഷർ ചെയ്യുന്നതെങ്കിൽ വോൾട്ട്മീറ്റർ നമ്മൾ എങ്ങനെയാണ്? പാരലൽ ആയിട്ടാണ് കണക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ എന്താകുന്നുണ്ട്? ആ ഒരു പാരലൽ എൻഷുവേഴ്സ് നമുക്ക് മിനിമം കറന്റ് ആയിരിക്കും വോൾട്ട്മീറ്ററിലൂടെ ഫ്ലോ ആകുന്നത്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആ ഒരു പാരലൽ കണക്ഷൻ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പോൾ നമ്മൾ ആ ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു രീതിയിലാണ് നമുക്കൊരു വോൾട്ട്മീറ്ററും റേറ്റഡ് ആയിട്ടുള്ളതൊക്കെ ആണെങ്കിൽ നമുക്ക് ആ ഒരു പാരലൽ കറക്ഷനിൽ നമുക്ക് എന്താവും? കറക്റ്റ് ആയിട്ടുള്ള റീഡിങ്സ് ആയിരിക്കും കിട്ടുന്നത്. ഇഫ് സപ്പോസ് ദ വോൾട്ട്മീറ്റർ നമ്മൾ ഒരു സീരീസ് ആയിട്ടാണ് കണക്ട് ചെയ്യുന്നതെങ്കിൽ വോൾട്ടേജിന്റെ വാല്യൂസ് മെഷർ ചെയ്യുന്നത് അക്യുറേറ്റ് ആയിരിക്കില്ല. പക്ഷേ പ്രത്യേകിച്ച് ഡാമേജ് ഒന്നും തന്നെ സംഭവിക്കില്ല. അതിൽ പ്രത്യേകിച്ച് ഒന്നും സംഭവിക്കില്ല. കാരണം ഇപ്പൊ ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു റേറ്റഡ് ആയിട്ടുള്ള ഒരു വോൾട്ട്മീറ്റർ ആണ് നമ്മൾ സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുന്നതെങ്കിൽ അതിൽ കാണിക്കുന്ന റീഡിങ്സിൽ മിസ്റ്റേക്സ് ഉണ്ടാകും, പക്ഷെ ഡാമേജ് ആകുന്നതില്ല. ഓക്കെ, എന്നിരുന്നാലും നമ്മൾ എന്താണ് ഈ പറയുന്ന വോൾട്ട്മീറ്റർ എന്ന് പറയുന്നത് നമ്മൾ സീരീസ് ആയിട്ട് കണക്ട് ചെയ്തിരുന്നാൽ കൂടെ എന്താകും? ചെറിയ രീതിയിലുള്ള, അതായത് സർക്യൂട്ടിന് ഒരു ബിഹേവിയറിലൊക്കെ ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുന്നതിനായിട്ട് നമുക്ക് ചാൻസസ് ഉണ്ട്. ഓക്കെ, സോ നമുക്ക് എന്ത് പറയാം? അമ്മീറ്റർ നമ്മൾ എങ്ങനെയാണ് കണക്ട് ചെയ്യേണ്ടത്? സീരീസ് ആയിട്ടും, എന്നാൽ വോൾട്ട്മീറ്റർ നമുക്ക് കണക്ട് ചെയ്യേണ്ടത് പാരലൽ ആയിട്ടുമാണ്. ഓക്കെ ഓക്കെ, ഫൈൻ. സോ അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ഫ്രം ദ ഫോളോയിങ് ഓപ്ഷൻസ് ചൂസ് ദ അഡ്വാൻറ്റേജ് ഓഫ് ദി
ഇലക്ട്രോ ഡൈനാമോമീറ്റർ ഇൻസ്ട്രുമെന്റ്. താഴെ നമുക്ക് കുറെ ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. അതിൽ ഇലക്ട്രോ ഡൈനാമോമീറ്ററിന്റെ ഇൻസ്ട്രുമെന്റിന്റെ അഡ്വാൻറ്റേജ് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ ഡി എന്താണ് നോക്കൂ, നമുക്ക് അതാണ് റൈറ്റ് ആൻസർ. ദ ഇലക്ട്രോ ഡൈനാമീറ്റർ ഇൻസ്ട്രുമെന്റ്സ് ഹാവ് വെരി ലോ ടോർക്ക് ടു വെയിറ്റ് റേഷ്യോ. ഓക്കെ, ലോ ടോർക്ക് ടു വെയിറ്റ് റേഷ്യോ ആണ് നമുക്ക് ഈ പറയുന്ന ഇലക്ട്രോ ഡൈനാമോമീറ്ററിനുള്ളത്. അതാണ് അതിന്റെ ഒരു മെയിൻ അഡ്വാൻറ്റേജ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ. ഓക്കെ, എന്താണ് ഒരു ഇലക്ട്രോ ഡൈനാമോമീറ്റർ എന്ന് പറഞ്ഞാൽ? ഒരു ഇലക്ട്രിക്കൽ ഇൻസ്ട്രുമെന്റ് ആണ്. നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്? ഇലക്ട്രിക്കൽ ക്വാണ്ടിറ്റീസ് മെഷർ ചെയ്യാനായിട്ട്, ലൈക്ക് കറന്റ്, വോൾട്ടേജ്, പവർ, എനർജി, ഇതൊക്കെ മെഷർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഒരു ഇലക്ട്രോ ഡൈനാമോമീറ്റർ നമ്മൾ യൂസ് ചെയ്യുന്നത്. അത് ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സസ് ബിറ്റ്വീൻ ഫിക്സ്ഡ് ആൻഡ് മൂവിംഗ് കോയിൽസ്, ആ ഒരു പ്രിൻസിപ്പളിനെ ബേസ് ചെയ്തിട്ട്, ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സിനെ ബേസ് ചെയ്തിട്ടാണ്, ആ ഒരു പ്രിൻസിപ്പളിനെ ബേസ് ചെയ്തിട്ട് വർക്ക് ചെയ്യുന്ന ഒരു ഡിവൈസ് ആണ് ഇലക്ട്രോ ഡൈനാമോമീറ്റർ. ഇതിന്റെ അഡ്വാൻറ്റേജുകൾ എന്തൊക്കെയാണെന്ന് നോക്കുകയാണെങ്കിൽ, ഇവിടെ നമ്മളൊരു എയർ കോർഡ് കോയിൽസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ നമുക്ക് ഹിസ്റ്ററിസിസ് ലോസസും എഡി കറന്റ് എറേഴ്സും ഒന്നും തന്നെ വരുന്നില്ല. ഓക്കെ, ഇപ്പോൾ AC സർക്യൂട്ടിൽ യൂസ് ചെയ്യുകയാണെങ്കിൽ കൂടെ നമുക്ക് ഹിസ്റ്ററിസിസ് ലോസസും ഉണ്ടാവില്ല, എഡി കറന്റ് ലോസസും വരുന്നില്ല. അതേപോലെ തന്നെ ഈ പറയുന്ന ഇൻസ്ട്രുമെന്റ്സ് നമുക്ക് രണ്ട് AC-യിലും DC മെഷർമെന്റ്സിലും നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഇതിന് വളരെ ഹൈ ടോർക്ക് ടു വെയിറ്റ് റേഷ്യോ ആണ് വരുന്നത്. അതുപോലെ തന്നെ ഇറ്റ് ഹാസ് പ്രിസിഷൻ ഗ്രേഡ് അക്യുറസി ആണ് നമുക്ക് ഉണ്ടാകുന്നത്. ഒരു വാറ്റ് മീറ്റർ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ ഇവിടെ നമുക്കൊരു പ്രിസിഷൻ ഗ്രേഡ് അക്യുറസി വരുന്നുണ്ട്. ദെൻ ലെസ് പവർ കൺസംപ്ഷൻ ആണ് നമുക്ക് ഈ ഒരു ഇലക്ട്രോ ഡൈനാമോമീറ്ററിന് വരുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് കറക്റ്റ് റിഗാർഡിംഗ് ഇൻഡക്ഷൻ ടൈപ്പ് വാട്ട് മീറ്റർ? ഇൻഡക്ഷൻ ടൈപ്പ് വാട്ട് മീറ്ററിനെ ബേസ് ചെയ്തിട്ട് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ് തന്നിരിക്കുന്നത്. ഇൻഡക്ഷൻ ടൈപ്പ് വാട്ട് മീറ്റർ കൺസിസ്റ്റ് ഓഫ് 2 ഇലക്ട്രോ മാഗ്നറ്റ്സ്. ഒരു ഇൻഡക്ഷൻ ടൈപ്പ് വാട്ട് മീറ്ററിൽ നമുക്ക് എത്ര ഇലക്ട്രോ മാഗ്നറ്റുകളുണ്ട്? 2 ഇലക്ട്രോ മാഗ്നറ്റുകളുണ്ട്. എന്റെ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് എന്താണ്? എ തിൻ അലുമിനിയം ഡിസ്ക് ഈസ് മൗണ്ടഡ് ബിറ്റ്വീൻ 2 മാഗ്നറ്റ്സ്. 2 മാഗ്നറ്റുകൾക്ക് ബിറ്റ്വീൻ ആയിട്ട് ഒരു തിൻ അലുമിനിയം ഡിസ്ക് നമ്മൾ അതിൽ മൗണ്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. സോ ഈ 2 ഓപ്ഷൻസ് നമുക്ക് കറക്റ്റ് ആണ്. സോ ദ ഓപ്ഷൻ എ, ബോത്ത് 1 and 2 ആർ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്സ് ആണ്. ഇതിനെ കുറിച്ചിട്ടുള്ളതാണ് ഇൻഡക്ഷൻ ടൈപ്പ് വാട്ട് മീറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇൻഡക്ഷൻ ടൈപ്പ് വാട്ട് മീറ്റർ എന്ന് പറയുന്നതിന് വേണ്ടിയിട്ടാണ് ഒരു ഇലക്ട്രിക്കൽ പവർ, ഒരു സർക്യൂട്ടിൽ ഉണ്ടാകുന്ന ഇലക്ട്രിക്കൽ പവർ മെഷർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇൻഡക്ഷൻ ടൈപ്പ് വാട്ട് മീറ്റർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് എന്തിനെ ബേസ് ചെയ്തിട്ട് വർക്ക് ചെയ്യുന്നത്? ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന പ്രിൻസിപ്പിളിനെ ബേസ് ചെയ്തിട്ട് വർക്ക് ചെയ്യുകയാണ്. ഓക്കെ, സ്റ്റേറ്റ്മെന്റ് 1 എന്താ പറഞ്ഞിരിക്കുന്നത്? ഇറ്റ് കൺസിസ്റ്റ് ഓഫ് 2 ഇലക്ട്രോ മാഗ്നറ്റ്സ് ആണ് പറഞ്ഞിരിക്കുന്നത്. ഈ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. കാരണം എന്താണ്? ഒരു ഇൻഡക്ഷൻ ടൈപ്പ് വാട്ട് മീറ്ററിൽ നമുക്ക് 2 ഇലക്ട്രോ മാഗ്നറ്റ് ആണ്. ഒന്നെന്ന് പറയുന്നത് കറന്റ് കോയിലും നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് വോൾട്ടേജ് കോയിലുമാണ്. ഓക്കെ, ഫസ്റ്റ് വൺ എന്താണ്? കറന്റ് കോയിലും, സെക്കൻഡ് വൺ എന്ന് പറയുന്നത് വോൾട്ടേജ് കോയിലുമാണ്. ഈ കറന്റ് കോയിൽ എന്താ ചെയ്യുന്നത്? ഒരു മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, അതിലൂടെ ഫ്ലോ ആവുന്ന കറന്റിന് പ്രൊപ്പോർഷണൽ ആയിട്ടുള്ള രീതിയിൽ ഒരു മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. എന്നാൽ വോൾട്ടേജ് കോയിൽ എന്താ ചെയ്യുന്നത്? ഒരു മാഗ്നറ്റിക് ഫീൽഡ് അവിടെയും പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതിന് അക്രോസ് ആയിട്ട് വരുന്ന വോൾട്ടേജ് എത്രയാണോ അതിന് പ്രൊപ്പോർഷണൽ ആയിട്ടുള്ള രീതിയിലുള്ള ഒരു മാഗ്നറ്റിക് ഫീൽഡ് ആണ് അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, സ്റ്റേറ്റ്മെന്റ് 2 എന്താണ്? ഒരു തിൻ അലുമിനിയം ഡിസ്ക് നമ്മൾ അതിന് ബിറ്റ്വീൻ ആയിട്ട്, 2 മാഗ്നറ്റിന് ബിറ്റ്വീൻ ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. ഇവിടെ നമുക്ക് എന്താണ്? ഈ ഒരു തിൻ അലുമിനിയം ഡിസ്ക് ഉണ്ട്. ഈ interaction of the magnetic field നമുക്കൊരു കറന്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് അല്ലെ? ആ ഒരു കറന്റ് കോയിലും അതുപോലെ തന്നെ കറന്റും വോൾട്ടേജ് കോയിലും തമ്മിൽ എന്ത് പറഞ്ഞു? നമ്മൾ അവിടെ ഒരു മാഗ്നറ്റിക് ഫീൽഡ് രണ്ടും പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് അല്ലെ? അപ്പോൾ അവിടെ ഉണ്ടാകുന്ന ആ ഒരു മാഗ്നറ്റിക് ഫീൽഡ് എന്ത് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ആ ഒരു അലുമിനിയം ഡിസ്കിൽ ഓക്കെ ഒരു എഡി കറന്റ് അലുമിനിയം ഡിസ്കിൽ ജനറേറ്റ് ചെയ്യിക്കുകയാണ് ചെയ്യുന്നത്. അത് എന്ത് ചെയ്യുന്നുണ്ട്? അതിന്റെ ഫലമായിട്ട് ആ ഒരു അലുമിനിയം ഡിസ്ക് റൊട്ടേറ്റ് ആകുന്നുണ്ട്. അപ്പൊ ഈ ഒരു ഡിസ്കിന്റെ റൊട്ടേഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? അവിടെ ഉണ്ടാകുന്ന പവർ എത്രത്തോളമാണോ അതിനൊരു മെഷർമെന്റ് ആയിട്ടാണ് നമുക്ക് ആ ഒരു റൊട്ടേഷനെ ബേസ് ചെയ്തിട്ടാണ് അവിടെ പവർ മെഷർമെന്റ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, അപ്പൊ ഒരു ഡാമ്പിംഗ് മാഗ്നറ്റ് നമ്മൾ യൂസ് ചെയ്യുന്നത് വഴി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ ഒരു അലുമിനിയം ഫോയിൽ അല്ലെങ്കിൽ ഒരു അലുമിനിയം ഡിസ്കിന്റെ ആ ഒരു സ്പീഡ് ഓഫ് റൊട്ടേഷൻ നമുക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കും. സോ അപ്പൊ നമുക്ക് ഈ ഒരു എക്സ്പ്ലനേഷനിൽ നിന്ന് എന്ത് മനസ്സിലാക്കാൻ പറ്റും? നമുക്ക് തന്നിരിക്കുന്ന 2 സ്റ്റേറ്റ്മെന്റ്സും കറക്റ്റ് ആയിട്ടാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. ഹൗ ഈസ് എ ലിസാജസ് പാറ്റേൺ ക്രിയേറ്റഡ്? ഒരു ലിസാജസ് പാറ്റേൺ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. ബൈ ഡ്രോയിങ് 2 സൈൻ വേവ്സ് വിച്ച് ആർ അറ്റ് റൈറ്റ് ആംഗിൾസ് ടു ഈച്ച് അതർ. 2 സൈൻ വേവ്സ് നമ്മൾ വരയ്ക്കണം. അതിന്റെ റൈറ്റ് ആംഗിൾസ് ടു, രണ്ടും എങ്ങനെയാണ്? റൈറ്റ് ആംഗിൾസ് ടു ഈച്ച് അതർ, 90 ഡിഗ്രി ടു ഈച്ച് അതർ എന്നുള്ള രീതിയിലുള്ള 2 സൈൻ വേവ് വരച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഒരു ലിസാജസ് പാറ്റേൺ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നോക്കൂ, ലിസാജസ് ഫിഗർ ഈസ് ദ പാറ്റേൺ ആണ്. അത് നമുക്ക് എങ്ങനെയാണ്? ആ ഒരു CROയുടെ സ്ക്രീനിൽ നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് കാണുന്നതാണ്. ഒരു സൈനസോയിഡൽ സിഗ്നൽ നമുക്ക്
രണ്ട് ഹൊറിസോണ്ടലും വെർട്ടിക്കലും ഡിഫ്ലക്ഷൻ പ്ലേറ്റിലേക്ക് നമ്മൾ കൊടുക്കുന്നതിന്റെ ഫലമായിട്ട് ഒരു സിഗ്നൽ നമുക്ക് ആ ഒരു CROയുടെ ഡിസ്പ്ലേയിൽ കാണുന്നതാണ്. ഓക്കെ, അപ്പൊ ഈ പാറ്റേൺ എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും? നമുക്കൊരു ജംഗ്ഷൻ ഓഫ് ദ pair of the sinusoidal waves with axis at perpendicular to each other. കാരണം എന്താണ്? നമ്മൾ വെർട്ടിക്കൽ ഹൊറിസോണ്ടൽ പ്ലേറ്റുകളിലാണ് നമ്മൾ കൊടുക്കുന്നത് അല്ലെ. സോ അപ്പൊ രണ്ട് സൈൻ വേവ്സ് എങ്ങനെയായിരിക്കും? പെർപെൻഡിക്കുലർ ടു ഈച്ച് അതർ ആയിരിക്കും. അപ്പൊ ഈ പാറ്റേൺസ് എങ്ങനെയാണ്? അതിന്റെ ഒരു ആംപ്ലിറ്റ്യൂഡ് അനുസരിച്ച് ഇറ്റ് വിൽ വേരി ബേസ്ഡ് ഓൺ ദ ആംപ്ലിറ്റ്യൂഡ്, അതുപോലെ ഫ്രീക്വൻസി, ദെൻ ഫേസ് ഡിഫറൻസസ്. ആ സൈനസോയിഡൽ സിഗ്നലുകൾ വരുന്ന രണ്ട് സിഗ്നൽസ് കൊടുക്കുന്നുണ്ട് നമ്മൾ, അതിന്റെ ആംപ്ലിറ്റ്യൂഡ് വേരിയേഷൻ, അതുപോലെ തന്നെ ഫ്രീക്വൻസി, ഫേസ് ഡിഫറൻസ്, ഇതിനെയൊക്കെ ബേസ് ചെയ്തിട്ട് എന്താകും? അത് വേരി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ, അതേപോലെ തന്നെ ഈ പറയുന്ന ലിസാജസ് പാറ്റേൺ നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്? മെയിൻ ആയിട്ട് ഫസ്റ്റ് വൺ ഫ്രീക്വൻസി ഓഫ് ദ സൈനസോയിഡൽ മെഷർ ചെയ്യാനും, അതുപോലെ തന്നെ ഫേസ് ഡിഫറൻസ്, രണ്ട് സിഗ്നലുകളുടെ ഫേസ് ഡിഫറൻസുകൾ മെഷർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ലിസാജസ് പാറ്റേൺ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് about PMMC instrument is true. താഴെ നമുക്ക് കുറച്ച് സ്റ്റേറ്റ്മെന്റുകൾ തന്നിട്ടുണ്ട്. അതിൽ PMMC നെ ബേസ് ചെയ്തിട്ട് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ. There are no hysteresis losses in PMMC instrument. ഓക്കെ, പെർമനന്റ് മാഗ്നറ്റ് മൂവിംഗ് കോയിൽ ഇൻസ്ട്രുമെന്റ്സിൽ നമുക്ക് പ്രത്യേകിച്ച് ഹിസ്റ്ററിസിസ് ലോസസുകൾ ഒന്നും തന്നെ ഇല്ല. സോ ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ. നോക്കൂ, PMMC എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് ആ ഒരു DC അതല്ലെങ്കിൽ ഒരു ആവറേജ് വാല്യൂ ഓഫ് ദ ഇലക്ട്രിക്കൽ ക്വാണ്ടിറ്റി മെഷർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമുക്ക് PMMC ഇൻസ്ട്രുമെന്റ് യൂസ് ചെയ്യുന്നത്. അത് നമുക്ക് ഡിഫറെന്റ് വോൾട്ടേജുകളോ അല്ലെങ്കിൽ ഡിഫറെന്റ് കറന്റ് വാല്യൂസോ ആ ഒരു ട്രാൻസ്ഫോമർ യൂസ് ചെയ്ത് വരുന്നത് നമുക്ക് മെഷർ ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല. ഓക്കെ, അതേപോലെ തന്നെ ഈ ഒരു PMMC ഇൻസ്ട്രുമെന്റിൽ നമുക്ക് ലീനിയർ അല്ലെങ്കിൽ യൂണിഫോം സ്കെയിൽ ആണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ ഡിഫ്ലക്റ്റിംഗ് ടോർക്ക് എന്ന് പറയുന്നത് അതിലുണ്ടാകുന്ന കറന്റിന് പ്രൊപ്പോർഷണൽ ആയിട്ടുള്ള രീതിയിലായിരിക്കും ഉണ്ടാകുന്നത്. ഓക്കെ, അതേപോലെ തന്നെ ഈ ഒരു PMMC ഇൻസ്ട്രുമെന്റിൽ ഉണ്ടാവുന്ന കൺട്രോളിംഗ് ടോർക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഏതർ സ്പ്രിംഗ് കൺട്രോൾ ആയിരിക്കാം, അതല്ലെങ്കിൽ ഗ്രാവിറ്റി കൺട്രോൾ ആയിട്ടായിരിക്കും നമ്മൾ എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഒരു സ്പ്രിംഗ് കൺട്രോൾ ആണെങ്കിൽ നമുക്ക് എങ്ങനെയായിരിക്കും? TC എന്ന് പറയുന്നത് വിച്ച് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു അതിലുണ്ടാകുന്ന തീറ്റ ആയിരിക്കും. എന്നാൽ ഗ്രാവിറ്റി കൺട്രോൾ ആണെങ്കിൽ വിച്ച് ഈസ് DC ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സൈൻ തീറ്റ ആയിരിക്കും വരുന്നത്. ഓക്കെ, ഇനി ഇതിന്റെ അഡ്വാൻറ്റേജുകൾ എന്തൊക്കെയാണ്? നമുക്ക് ഇറ്റ് ഹാസ് ഹൈ ടോർക്ക് ടു വെയിറ്റ് റേഷ്യോ ആണ്, അതുപോലെ തന്നെ ലെസ് പവർ ആണ് കൺസ്യൂം ചെയ്യുന്നത്, പ്രത്യേകിച്ച് നോ ലോസസ് ഡ്യൂ ടു ഹിസ്റ്ററിസിസ്. ഇതാണ് നമുക്ക് തന്നിരുന്ന ഓപ്ഷൻ അല്ലെ. ഹിസ്റ്ററിസിസ് ലോസുകൾ ഒന്നും തന്നെ അതിൽ വരുന്നില്ല. ഡിസഡ്വാൻറ്റേജുകൾ നോക്കുമ്പോൾ കോയിൽ ഇൻസ്ട്രുമെന്റ് എന്നത് എക്സ്പെൻസീവ് ആണ്. അതുപോലെ തന്നെ ഇത് നമുക്ക് യൂസ് ചെയ്യുന്നത് ഓൺലി DC സപ്ലൈക്കാണ് വേണ്ടത് അല്ലെ. അതുപോലെ തന്നെ സം എററുകളൊക്കെ നമുക്ക് ഇതിൽ കാണിക്കാനായിട്ടും ചാൻസസ് വരുന്നുണ്ട്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, വിത്ത് റെഫറൻസ് ടു PMMC ഇൻസ്ട്രുമെന്റ് വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ആർ കറക്റ്റ്. താഴെ നമുക്കൊരു 4 സ്റ്റേറ്റ്മെന്റുകൾ തന്നിട്ടുണ്ട്. PMMC ഇൻസ്ട്രുമെന്റിനെ ബേസ് ചെയ്തിട്ട് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകൾ ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് നോക്കൂ. ഫോർ PMMC ഇൻസ്ട്രുമെന്റ് ദ സ്കെയിൽ ഈസ് നോട്ട് യൂണിഫോം. സ്കെയിൽ യൂണിഫോം അല്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ തൊട്ട് പ്രീവിയസിൽ നമ്മൾ നോക്കി, സ്കെയിൽ എന്ന് പറയുന്നത് യൂണിഫോം അല്ലെങ്കിൽ ലീനിയർ എന്നുള്ള രീതിയിലാണ് അല്ലെ. ഓപ്ഷൻ ഫസ്റ്റ് വൺ റോങ് ആണ്. PMMC instrument can be used for AC as well as DC quantities. നമ്മൾ previous slide ഡിസ്കസ് ചെയ്തു. It can be used only for the measurement of DC quantities. അല്ലേ? So second optionും തെറ്റാണ്. The PMMC instruments power consumption is low. That's the right statement. കാരണം നമ്മൾ പറഞ്ഞു PMMCയിൽ നമുക്ക് പവർ കൺസംഷൻ എന്ന് പറയുന്നത് വളരെ ലോ ആണ്. അതുപോലെ ഇറ്റ് ഓഫർ എ ഹൈ ടോർക്ക് ടു വെയിറ്റ് റേഷ്യോ, അത് നമുക്ക് റൈറ്റ് സ്റ്റേറ്റ്മെന്റ് ആണ് അല്ലെ. സോ ഓപ്ഷൻ 3ഉം 4ഉം ആണ് നമുക്ക് റൈറ്റ് ആയിട്ട് വരുന്നത്. സോ ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ വരുന്നത്. 3ഉം ആൻഡ് 4 സ്റ്റേറ്റ്മെന്റ്സ് ആർ കറക്റ്റ്. ഓക്കെ, ഇപ്പൊ നോക്കൂ, PMMC ഇൻസ്ട്രുമെന്റ് നമുക്ക് പവർ കൺസംഷൻ വളരെ ലോ ആണ്. അവിടെ എങ്ങനെയാണ്? റിലേറ്റീവ്ലി ലോ. കാരണം എന്താണ്? കോയിൽ മൂവ്മെന്റ് എന്ന് പറയുന്നത് ആ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ജനറേറ്റ് ചെയ്യുന്ന, ആ ഒരു പെർമനന്റ് മാഗ്നറ്റ് ജനറേറ്റ് ചെയ്തിരിക്കുന്ന മാഗ്നറ്റിക് ഫീൽഡിൽ വെച്ചിട്ടായിരിക്കും ആ ഒരു കോയിൽ മൂവ്മെന്റ് വരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് അവിടെ വരുന്ന ആ ഒരു പവർ ലെസ് പവർ കൺസംഷൻ ആണ് നമുക്ക് വരുന്നത്. ഓക്കെ, ഫൈൻ. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ആർ കറക്റ്റ് അബൌട്ട് ദി എറേഴ്സ് ഇൻ PMMC ഇൻസ്ട്രുമെന്റ്. PMMC ഇൻസ്ട്രുമെന്റിൽ വരുന്ന എറേഴ്സുകളെ കുറിച്ച് താഴെ തന്നിരിക്കുന്ന കുറച്ച് സ്റ്റേറ്റ്മെന്റുകൾ തന്നിട്ടുണ്ട്. അതിൽ കറക്റ്റ് ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഫസ്റ്റ് വൺ നോക്കൂ. ദ സ്വാമ്പിംഗ് റെസിസ്റ്റൻസ് ഈസ് ഇൻക്ലൂഡഡ് ഇൻ സീരീസ് വിത്ത് മൂവിംഗ് കോയിൽ റെഡ്യൂസ് എറേഴ്സ്. നമുക്ക് അതിലുണ്ടാകുന്ന എറേഴ്സുകൾ റെഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സ്വാമ്പിംഗ് റെസിസ്റ്റൻസ് നമ്മൾ കോയിലിന് സീരിയസ് ആയിട്ട് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ ആ ഒരു റെസിസ്റ്റൻസ് ഇൻക്ലൂഡ് ചെയ്യുന്നതിന് വഴിയായിട്ട് നമുക്ക് അവിടെ എന്ത് ചെയ്യാൻ പറ്റും? അതിൽ വരുന്ന എററുകൾ നമുക്ക് ഒരു പരിധി വരെ റെഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. ഓക്കെ, ഓപ്ഷൻ അപ്പൊ നമുക്കത് ഫസ്റ്റ് വൺ കറക്റ്റ് ഓപ്ഷൻ ആണ്. അടുത്തത്, ദ സ്വാമ്പിംഗ് റെസിസ്റ്റൻസ് ഈസ് ഇൻക്ലൂഡഡ് ഇൻ പാരലൽ വിത്ത് മൂവിംഗ് കോയിൽ ടു റെഡ്യൂസ് ദ എറർ. ദാറ്റ് ഇസ് എ റോങ് സ്റ്റേറ്റ്മെന്റ്. കാരണം നമ്മൾ സീരീസ്
സീരീസ് ആയിട്ടാണ് നമ്മൾ ഈ ഒരു സ്വാമ്പിംഗ് റെസിസ്റ്റൻസ് നമുക്ക് ഇതിൽ ആഡ് ചെയ്യേണ്ടത്. അടുത്ത തേർഡ് സ്റ്റേറ്റ്മെന്റ് എന്താണ്? എറേഴ്സ് ആർ കോസ്ഡ് ബൈ വീക്കനിങ് ഓഫ് ദ പെർമനന്റ് മാഗ്നറ്റ് ഡ്യൂ ടു ഏജിങ്. അല്ലെ, ആ ഒരു ഏജിങ് വഴിയായിട്ടാണ് നമുക്ക് അവിടെ വരുന്ന ആ ഒരു എറേഴ്സ്, നമുക്ക് വീക്കനിങ് എറേഴ്സുകൾ കൂടുതലായിട്ട് വരുന്ന ഒരു ഏജിങ് വഴിയായിട്ടാണ് വരുന്നത്. അതേപോലെ എറേഴ്സ് ആർ കോസ്ഡ് ബൈ വീക്കനിങ് ഓഫ് ദ സ്പ്രിംഗ്, ആ ഒരു സ്പ്രിങ്ങിനെ വീക്കനിങ് ചെയ്യുന്ന രീതിയിലുള്ള എറേഴ്സുകൾ എങ്ങനെയാണ്? ഡ്യൂ ടു ഏജിങ് ആൻഡ് ടെമ്പറേച്ചർ വഴിയാണ്. സോ അപ്പൊ നമുക്ക് തേർഡ് ഓപ്ഷനും കറക്റ്റ് ആണ്, ഫോർത്ത് വണ്ണും കറക്റ്റ് ആണ്. സോ സെക്കൻഡ് മാത്രമാണ് റോങ് സ്റ്റേറ്റ്മെന്റ്. നമുക്ക് അതിൽ തന്നിരിക്കുന്നത് ഓപ്ഷൻ ബി ആണ്. ഓക്കെ, ഓപ്ഷൻ ബി ആണ് നമുക്കിതിൽ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് വരുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. ദ ഡിഫ്ലക്റ്റിംഗ് ടോർക്ക് ഇൻ എ PMMC ഇൻസ്ട്രുമെന്റ് ഈസ് പ്രൊപ്പോർഷണൽ ടു ഡാഷ്. ഓക്കെ, ഒരു PMMC ഇൻസ്ട്രുമെന്റിൽ ഉണ്ടാകുന്ന ഡിഫ്ലക്റ്റിംഗ് ടോർക്ക് എന്ന് പറയുന്നത് എന്തിന് പ്രൊപ്പോർഷണൽ ആയിരിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓപ്ഷൻസ് എന്തൊക്കെയാണ്? ദ കറന്റ് ഫ്ലോയിങ് ത്രൂ ദ കോയിൽ, ദ ലെങ്ത് ഓഫ് ദ കോയിൽ, ദ റെസിസ്റ്റൻസ് ഓഫ് ദ കോയിൽ, ദ സ്ക്വയർ ഓഫ് ദ കറന്റ് ഫ്ലോയിങ് ത്രൂ ദ കോയിൽ. ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ. ദ കറന്റ് ഫ്ലോയിങ് ത്രൂ ദ കോയിൽ, ആ കോയിലിലൂടെ ഫ്ലോ ആവുന്ന കറന്റിന് പ്രൊപ്പോർഷണൽ ആയിട്ടായിരിക്കും നമുക്ക് അതിലുണ്ടാകുന്ന ഡിഫ്ലക്റ്റിംഗ് ടോർക്ക് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഒരു പെർമനന്റ് മാഗ്നറ്റിക് കോയിൽ നമ്മൾ മെയിൻ ആയിട്ട് ഒരു ആവറേജ് DC വാല്യൂ ഓഫ് ദ ഇലക്ട്രിക്കൽ ക്വാണ്ടിറ്റി മെഷർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇതാണ് അതിന്റെ ഒരു സ്ട്രക്ചർ വരുന്നത്. അപ്പോൾ നമുക്ക് അതെന്ന് പറയുന്നത് ഒരു ലീനിയർ സ്കെയിലാണ്. അതുകൊണ്ട് ഡിഫ്ലക്റ്റിംഗ് ടോർക്ക് എന്ന് പറയുന്നത് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ കറന്റ്, അതിലുണ്ടാകുന്ന കറന്റിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. അതൊരു ഇക്വേഷൻ ആണ്. tau d is equal to BINA എന്നാണ് വരുന്നത്. ദാറ്റ് ഈസ് tau d, ദാറ്റ് ഈസ് ഡിഫ്ലക്റ്റിംഗ് ടോർക്ക് ആണ്, വിച്ച് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു I ആണ്. അല്ലേ? അപ്പോൾ അത് നോക്കൂ. അതുപോലെ തന്നെ ഈ ഒരു കൺട്രോളിംഗ് ടോർക്ക് PMMC ഇൻസ്ട്രുമെന്റിൽ ഉണ്ടാകുന്നത് നമുക്ക് either സ്പ്രിംഗ് കൺട്രോൾ അല്ലെങ്കിൽ ഗ്രാവിറ്റി കൺട്രോൾ ആയിരിക്കും. സ്പ്രിംഗ് കൺട്രോൾ എങ്ങനെയായിരിക്കും? ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു തീറ്റ ആയിരിക്കും. എന്നാൽ ഗ്രാവിറ്റി കൺട്രോൾ എങ്ങനെയായിരിക്കും? ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സൈൻ തീറ്റയാണ് നമുക്ക് വരുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ആണ്. പെർമനന്റ് മാഗ്നറ്റ് മൂവിംഗ് കോയിൽ അമ്മീറ്റർ ഈസ് യൂസ്ഡ്. ഓക്കെ, പെർമനന്റ് മാഗ്നറ്റ് മൂവിംഗ് കോയിൽ അമ്മീറ്റർ നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ഓപ്ഷൻസ് എന്തൊക്കെയാണ്? ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ദ മെഷർമെന്റ് ഓഫ് ഡയറക്റ്റ് കറന്റ്. അല്ലെ, നമുക്ക് വേറെ ഓപ്ഷൻസിലേക്ക് പോകേണ്ട ആവശ്യമില്ല, കാരണം ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ. അല്ലെ, ദ പെർമനന്റ് മാഗ്നറ്റ് മൂവിംഗ് കോയിൽ ഈസ് യൂസ്ഡ് ഫോർ ദി മെഷർമെന്റ് ഓഫ് ഡയറക്റ്റ് കറന്റ്. ഇവിടെ നമുക്ക് പറയാൻ പറ്റും ബോത്ത് ആൾട്ടർനേറ്റിംഗ് ആൻഡ് ഡയറക്റ്റ് കറന്റ് ആണോ? അല്ല. ഇറ്റ് പ്രൊഡ്യൂസസ് ടോർക്ക് ഡിഫ്ലക്ഷൻ പോയിന്റ് പ്രൊപ്പോർഷണൽ ടു I സ്ക്വയർ. കറന്റിന് I സ്ക്വയറിനല്ല, കറന്റിനാണ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ വരുന്നത്. ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ദ മെഷർമെന്റ് ഓഫ് ആൾട്ടർനേറ്റിംഗ് കറന്റ്. ഓപ്ഷൻ എ ആണ് നമുക്കിതിൽ റൈറ്റ് ആൻസർ ആയിട്ട് വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പൊ എന്താണ് PMMC എന്ന് പറഞ്ഞാൽ? ഇറ്റ് ഈസ് മൂവിംഗ് കോയിൽ ഇൻസ്ട്രുമെന്റ്സ് ആണ്. നമുക്ക് അറിയപ്പെടുന്ന വേറൊരു പേരാണ് അസോൺവെൽ മീറ്റേഴ്സ് എന്നും കൂടി അറിയപ്പെടുന്നുണ്ട്, അല്ലെങ്കിൽ ഗാൽവനോമീറ്റേഴ്സ് എന്നൊക്കെ പറയുന്നുണ്ട്. മെഷർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഡയറക്റ്റ് കറന്റ് ക്വാണ്ടിറ്റീസ്, അതായത് നമുക്ക് വോൾട്ടേജോ കറന്റോ ഒക്കെ മെഷർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇവിടെ നമുക്കൊരു പെർമനന്റ് മാഗ്നറ്റ് യൂസ് ചെയ്യുന്നുണ്ട്, ഒരു സ്റ്റേഷനറി മാഗ്നറ്റിക് ഫീൽഡ് ക്രിയേറ്റ് ചെയ്യാനായിട്ട്. ആ ഒരു പെർമനന്റ് മാഗ്നറ്റിക് മൂവിംഗ് കോയിൽ ഉണ്ടാവില്ലേ, അതിന് ബിറ്റ്വീൻ ആയിട്ട് നമുക്കൊരു മാഗ്നറ്റിക് ഫീൽഡ് ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മളിവിടെ ഒരു ഇൻസ്ട്രുമെന്റ്, നമ്മളൊരു പെർമനന്റ് മാഗ്നറ്റ് യൂസ് ചെയ്യുന്നത്. ഇത് പ്രിൻസിപ്പിൾ എങ്ങനെയായിരിക്കും? ആ ഒരു ടോർക്ക് ഈസ് എക്സേർട്ടഡ് ഓൺ ദ മൂവിംഗ് കോയിൽ, ആ ഒരു ഫീൽഡ് ഓഫ് പെർമനന്റ് മാഗ്നറ്റിക് ഫീൽഡിൽ നമ്മൾ പ്ലേസ് ചെയ്യുന്നതിന്റെ ഫലമായിട്ട് നമുക്ക് അവിടെ നടക്കുന്നുണ്ട്, അവിടെ ഒരു പ്രിൻസിപ്പിൾ ഒരു ടോർക്ക് എക്സേർട്ട് ചെയ്യുകയാണ് അവിടെ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെയാണ് നമുക്ക് ഈ ഒരു PMMC കോയിൽ നമ്മൾ വർക്ക് ചെയ്യുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ടൈപ്സ് ഓഫ് ഇൻസ്ട്രുമെന്റ് ഈസ് യൂസ്ഡ് ഓൺലി ഇൻ DC മെഷർമെന്റ്? DC മെഷർമെന്റ്സിൽ മാത്രമായിട്ട് യൂസ് ചെയ്യുന്നത് ഏതൊക്കെ ഇൻസ്ട്രുമെന്റുകളാണ്? താഴെ തന്നിരിക്കുന്നതിൽ ഓപ്ഷൻസ് നോക്കൂ. PMMC ടൈപ്പ്, അത് DC മാത്രമാണ് നമ്മൾ മെഷർ ചെയ്യാൻ എടുക്കുന്നത്. അല്ലെ, ഡൈനാമോമീറ്റർ നമുക്ക് ഇലക്ട്രിക്കൽ ACയും DCയും പറ്റും. ഷെയ്ഡഡ് പോൾ ടൈപ്പ് നമുക്ക് ACയും DCയും യൂസ് ചെയ്യാൻ പറ്റും. എന്നാൽ ഇലക്ട്രോലിറ്റിക് മീറ്റർ എന്ന് പറയുന്നതും DC മാത്രമായിട്ടാണ്. സോ ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ വരുന്നത്. അതായത് PMC മീറ്റർ നമുക്ക് എന്താണ്? DC മാത്രമായിട്ടാണ് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുന്നത്. അതേപോലെ ഇലക്ട്രോലിറ്റിക് മീറ്ററിൽ നമുക്ക് DC മാത്രമാണ് മെഷർ ചെയ്യാൻ പറ്റുന്നത്. ഓപ്ഷൻ എയും ഡിയും ആണ് റൈറ്റ് ആൻസർ. PMMC എന്ന് പറയുന്നതാണ് രണ്ട് പെർമനന്റ് മാഗ്നറ്റ് ഉണ്ടാവും, സ്റ്റേഷനറി മാഗ്നറ്റിക് ഫീൽഡ് ക്രിയേറ്റ് ചെയ്യും. നമ്മൾ മെയിൻ ആയിട്ട് DC ക്വാണ്ടിറ്റീസ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എന്നാൽ ഇലക്ട്രോലിറ്റിക് മീറ്റർ നമുക്ക് DC ആംപിയർ അവർ മീറ്റർ എന്നാണ് അറിയപ്പെടുന്നത്. അല്ലെ, അതെന്തിനു വേണ്ടിയിട്ടാണ്? ഇലക്ട്രിക്കൽ ക്വാണ്ടിറ്റി ഡയറക്ട്ലി, അതുപോലെ തന്നെ ഇലക്ട്രിക്കൽ എനർജി ഓൺലി ഇൻഡയറക്ട്ലി, ഇങ്ങനെയാണ് നമ്മൾ അതിനെ മെഷർ ചെയ്യുന്നത്. എന്നാൽ ഡൈനാമോമീറ്റർ ടൈപ്പ് ഇൻസ്ട്രുമെന്റ് എന്ന് പറയുന്നത് നമുക്ക് ബോത്ത് AC ആസ് വെൽ as DC ക്വാണ്ടിറ്റീസുകൾ മെഷർ ചെയ്യാനായിട്ട് എടുക്കാൻ പറ്റും. സിമിലർലി ഷെയ്ഡഡ് പോൾ ടൈപ്പും അല്ലെങ്കിൽ ഇൻഡക്ഷൻ ടൈപ്പും ഒക്കെ നമുക്ക് എങ്ങനെയാണ്? AC മെഷർമെന്റ്സിന് വേണ്ടിയിട്ട് മാത്രമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ PMMC അതുപോലെ തന്നെ ഇലക്ട്രോലിറ്റിക് മീറ്റേഴ്സ് മാത്രമാണ് DC ക്വാണ്ടിറ്റീസ് മെഷർ ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ ആണ്. എ മൂവിംഗ് കോയിൽ അമ്മീറ്റർ ഹാസ് എ സ്പ്രിംഗ് ഗിവിംഗ് എ കൺട്രോൾ കോൺസ്റ്റന്റ് ഓഫ് 0.2 × 10⁻⁻6 Newton meter per degree. If the deflection torque on the instrument is 24 × 10⁻⁻6 Newton meter, find the angular deflection of the point. നമുക്ക് കൺട്രോൾ കോൺസ്റ്റന്റ് തന്നിട്ടുണ്ട്, അതുപോലെ തന്നെ ആ ഒരു ഡിഫ്ലക്ഷൻ ടോർക്കും തന്നിട്ടുണ്ട്. ആംഗുലർ ഡിഫ്ലക്ഷൻ ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ. 120 ഡിഗ്രി ആണ് നമുക്ക് ആംഗുലർ ഡിഫ്ലക്ഷൻ വരുന്നത്. ഓക്കെ,
അപ്പോൾ നോക്കൂ, നമുക്ക് തന്നിരിക്കുന്ന കോൺസ്റ്റന്റ് സ്പ്രിംഗ് കോൺസ്റ്റന്റ് K is equal to തന്നിട്ടുണ്ട്, ഡിഫ്ലക്ഷൻ ടോർക്ക് TD തന്നിട്ടുണ്ട് അല്ലേ. നമുക്കൊരു ഇക്വേഷൻ അറിയാം, TD is equal to K into theta ആണ്. TD എത്രയാണ്? 24 into 10 to the power minus 6 is equal to K നമുക്കറിയാം, theta ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. theta is equal to രണ്ടും ക്യാൻസൽ ആകും, 24 by 0.2 വരും അല്ലേ, which is equal to 120 ഡിഗ്രി ആണ് നമുക്ക് കിട്ടുന്നത്. Okay. Which of the following types of damping is used in a permanent magnet moving coil instrument? PMMC ഇൻസ്ട്രുമെന്റിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ഏത് ടൈപ്പ് ഓഫ് ഡാമ്പിംഗ് ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് എന്തൊക്കെയാണ്? എയർ ഫ്രിക്ഷൻ, എഡ്ഡി കറന്റ്, ഇലക്ട്രോമാഗ്നറ്റിക്, ഫ്ലൂയിഡ് ഫ്രിക്ഷൻ. ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. എഡ്ഡി കറന്റ് ഡാമ്പിംഗ് ഈസ് യൂസ്ഡ് ഇൻ എ പെർമനന്റ് മാഗ്നറ്റ് മൂവിംഗ് കോയിൽ ഇൻസ്ട്രുമെന്റ്. ഏതാണ്? ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. എന്താണ് എഡ്ഡി കറന്റ് ഡാമ്പിംഗ്? നമുക്ക് നോക്കാം. ഒരു കണ്ടക്ടർ ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ മൂവ് ചെയ്യുകയാണ്. അപ്പോൾ അവിടെ നമുക്കൊരു EMF ഇൻഡ്യൂസ്ഡ് ആകുകയും ഒരു ക്ലോസ്ഡ് പാത്ത് പ്രൊവൈഡ് ആവുകയും ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പോൾ അതുവഴി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു എഡ്ഡി കറന്റ് അല്ലെങ്കിൽ ഒരു കറന്റ് അതിലൂടെ ഫ്ലോ ആവുന്നുണ്ട്. ഈ കറന്റ് എന്ത് ചെയ്യുന്നുണ്ട്? അതിലുണ്ടാവുന്ന മാഗ്നറ്റിക് ഫീൽഡുമായിട്ട് ഇന്ററാക്ട് ചെയ്യുകയും ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് ടോർക്ക്, ഒരു ആ മോഷന് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ അല്ലെങ്കിൽ ഓപ്പോസിറ്റ് ദ മോഷൻ അനുസരിച്ചിട്ടുള്ള ഒരു ഇലക്ട്രോ മാഗ്നറ്റ് ടോർക്ക് അവിടെ ജനറേറ്റ് ആവുകയും ചെയ്യുന്നുണ്ട്. ഈ ടോർക്ക്, ഈ ജനറേറ്റ് ആയിരിക്കുന്ന ടോർക്ക് എന്ന് പറയുന്നത് ആ ഒരു മാഗ്നറ്റിക് ഫീൽഡിന്റെ സ്ട്രെങ്ത്തിനും അതുപോലെ തന്നെ അവിടെ കറന്റ് പ്രൊഡ്യൂസ് ആയതിനും പ്രൊപ്പോർഷണൽ ആയ രീതിയിലായിരിക്കും വരുന്നത്. ഇതാണ് എഡ്ഡി കറന്റ് ഡാമ്പിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ ഒരു എഡ്ഡി കറന്റ് ഡാമ്പിംഗ് ആണ് നമ്മൾ PMMC ഡിവൈസിൽ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? കാൽക്കുലേറ്റ് ദ കറന്റ് റിക്വയർഡ് ടു പ്രൊഡ്യൂസ് എ ഡിഫ്ലക്ഷൻ ഓഫ് 100 ഡിഗ്രി if the coil PMMC instrument has 60 turns on a former 80 mm wide. Effective length of the conductor is 25 mm, moves in a uniform field, flux density 0.5 T and controlling spring constant 1.5 into 10 to the power minus 6 ആണ്. നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് കറന്റ് ആണ് അവിടെയുള്ളത്. ഓക്കെ, സോ ഹിയർ ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. 11.11 മില്ലി ആംപിയർ കറന്റ് ആണ് നമുക്ക് അവിടെ പ്രൊഡ്യൂസ് ആകുന്നത്. അപ്പൊ നോക്കൂ, നമുക്ക് തീറ്റ തന്നിട്ടുണ്ട്, നമ്പർ ഓഫ് ടേൺസ് തന്നിട്ടുണ്ട്, ബിയുടെ വാല്യൂ അറിയാം, ഐ നമുക്ക് തന്നിട്ടുണ്ട്, അതായത് 25 മില്ലിമീറ്റർ, ദെൻ വിത്തും തന്നിട്ടുണ്ട്. ഏരിയ ഇസ് ഈക്വൽ ടു എന്താണ്? ഐ ഇൻറ്റു ഡബ്ല്യു എന്ന് പറയുന്നത്, അതായത് എൽ ആണ്, സോറി ഐ അല്ല, ലെങ്ത് ആണ്, സോറി. എൽ ആണ് കേട്ടോ. ഓക്കെ, ഫൈൻ. ഓക്കെ, അപ്പൊ എൽ ഇൻറ്റു വിത്ത് വിച്ച് ഇസ് ഈക്വൽ ടു നമുക്ക് എത്രയാണ് വരുന്നത്? 450 വരുന്നുണ്ട്, അതായത് 25 ഇൻറ്റു 18 ആണ് വരുന്നത്. കെ നമുക്ക് തന്നിട്ടുണ്ട്, സ്പ്രിംഗ് കോൺസ്റ്റന്റ് എത്രയാന്നുള്ളത്. സോ ടോർക്ക് ഇക്വേഷൻ നമുക്കറിയാം, കെ തീറ്റ ഇസ് ഈക്വൽ ടു BL/NA അല്ലെങ്കിൽ BI/NA ആണ്. ഇതിൽ നിന്ന് നമുക്ക് ഐ ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്, കറന്റ് അല്ലെ. അപ്പൊ ഐ ഇസ് ഈക്വൽ ടു എന്ത് വരും? കെ തീറ്റ ബൈ BNA എന്ന് വരും. സോ ഐ ഇസ് ഈക്വൽ ടു 11.11 മില്ലി ആംപിയർ കറന്റ് ആണ് നമുക്ക് ഇതിലൂടെ ഫ്ലോ ആവുന്നത്. ഓക്കെ, for providing controlling torque to a horizontally mounted moving iron instrument, which of the following method is used? Okay, ഒരു കൺട്രോളിംഗ് ടോർക്ക് നമുക്ക് ഹൊറിസോണ്ടലി മൗണ്ട് ചെയ്തിരിക്കുന്ന ഒരു മൂവിംഗ് അയൺ ഇൻസ്ട്രുമെന്റിന് പ്രൊവൈഡ് ചെയ്യണമെങ്കിൽ താഴെ തന്നിരിക്കുന്ന ഏത് മെത്തേഡ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? ഓപ്ഷൻസ് എന്തൊക്കെയാണ്? സ്പ്രിംഗ് കൺട്രോൾ ഉണ്ട്, എഡ്ഡി കറന്റ്, ഇലക്ട്രോസ്റ്റാറ്റിക് ഫീൽഡ്, വാട്ടർ കൺട്രോൾ. ഓപ്ഷൻ എ സ്പ്രിംഗ് കൺട്രോൾ ആണ് നമ്മളിവിടെ അപ്ലൈ ചെയ്യേണ്ടത്. ഓക്കെ, ഓക്കെ, അപ്പൊ സ്പ്രിംഗ് കൺട്രോളിംഗ് ടോർക്ക് ആയിട്ട് നമ്മൾ ഏതാ എടുക്കുന്നത്? കൺട്രോളിംഗ് ടോർക്ക് ഹൊറിസോണ്ടലി മൗണ്ട് പ്രൊവൈഡ് ചെയ്യുന്നത് സ്പ്രിംഗ് കൺട്രോൾ ആണ്. ഓക്കെ, സോ ഒരു വെർട്ടിക്കലി മൗണ്ടഡ് ഇൻസ്ട്രുമെന്റ് ആണെങ്കിൽ നമ്മൾ അവിടെ എന്താ യൂസ് ചെയ്യേണ്ടത്? ഗ്രാവിറ്റി കൺട്രോൾ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ഹൊറിസോണ്ടലി മൗണ്ട് ചെയ്തിരിക്കുന്നത് കൊണ്ട് നമുക്ക് സ്പ്രിംഗ് കൺട്രോളും, വെർട്ടിക്കലി ആണെങ്കിൽ ഗ്രാവിറ്റി കൺട്രോളും ആണ്. അപ്പൊ T is equal to K തീറ്റ ആണ്. ഇക്വിലിബ്രിയത്തിൽ നമുക്ക് എന്താണ്? TC is equal to TD ആണ് അല്ലെ. അപ്പൊ K തീറ്റ ഇക്വേഷൻ കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് വരും? തീറ്റ is equal to I square by 2K DL by D തീറ്റ ആണ് വരുന്നത്. ഓക്കെ, ഫൈൻ. ഡാമ്പിംഗ് ടോർക്ക് എന്താണെന്നും കൂടി നമുക്ക് നോക്കാം. ഡാമ്പിംഗ് ടോർക്ക് എന്ന് പറയുന്നത് എന്താണ്? ആ ഒരു ഫാസ്റ്റ് ആൻഡ് അക്യുറേറ്റ് റീഡിംഗ് ആ ഒരു ഒബ്ജക്റ്റ് നമുക്ക് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ആ ഒരു ഡാമ്പിംഗ് ടോർക്ക് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ഇനേർഷ്യ കാരണം ഒരു ഒബ്ജക്റ്റ് എന്ത് ചെയ്യും നമുക്ക് ആ ഒരു മൂവിങ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഒബ്ജക്റ്റ് സ്റ്റേ ആയിട്ട് ആ ഒരു ഇതിൽ തന്നെ നമുക്ക് നിൽക്കാനായിട്ട് നമുക്ക് ഒരു ഒബ്ജക്റ്റ് കാണിക്കും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും? ഒരു അതിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു കൗണ്ടർ ആക്റ്റീവ് ആയിട്ടുള്ള ഒരു ഫോഴ്സ് നമുക്ക് കൊണ്ടുവരണം അല്ലെ. ആ ഒരു ഓസിലേഷൻസിലേക്ക് നമുക്ക് ഈക്വലന്റ് ആയിട്ടുള്ള ഒരു ഫോഴ്സ് നമ്മൾ അതിൽ അപ്ലൈ ചെയ്യണം. അത് പ്രൊവൈഡ് ചെയ്യുന്നത് ആരാണ്? എഡ്ഡി കറന്റ് അല്ലെങ്കിൽ എയർ ഫ്രിക്ഷനിങ് ഡാമ്പിംഗ് ആണ്. ഓക്കെ, അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് 15 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ ഒരു പാർട്ട് എ എന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ പാർട്ട് 1 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. താങ്ക് യു.